ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. കാരണം കല്യാണം ഞാൻ അന്ന് മുതൽ ഇന്നായിരിക്കും എൻ്റെ എല്ലാ വാലൻറ്റൈൻസ് ഡേയ്ക്കും ഏട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്നോട് വാഗമണ്ണ് പോകാൻ പറഞ്ഞപ്പോൾ ഓക്കെ ഇതാണ് ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും എന്നോട് വാലൻറ്റൈൻസ് ഡേ കുറിച്ച് ഒരു അക്ഷരം പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവൻ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല കേട്ടോ. അവൻ എന്നോട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു നീ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മേളിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാനത് കയറി ചെന്നപ്പോൾ നമ്മൾ ഷുഗർ ഫിൽസിൻ്റെ അടിപൊളി ബൊക്കെയായിരുന്നു കേട്ടോ അവ ആദ്യം എനിക്ക് തന്നത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വേഗം എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ കാത്തും അതിലെ മിഠായിയാണ് നോക്കിയത്. അവൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ തരാം 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അതുമാത്രമായിരുന്നില്ല, നമ്മൾ ഷുഗർ ഫിൽസിൻ്റെ തന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഫോട്ടോസും ഇതേപോലെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് ഞാൻ വീണ്ടും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അതേപോലെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാൻ അവന് വേണ്ടി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും ലോങ് പോകാനും എന്ത് സെറ്റ് ചെയ്യും അത് അവ അറിയാതെ എന്ത് ചെയ്യും എനിക്കറിയാത്ത ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് സോറിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം പറഞ്ഞു ഇതോടുകൂടി കഴിഞ്ഞെന്ന് നീ വിചാരിച്ചു എന്നാണ് അവൻ എന്നോട് ചോദിച്ചത്. പിന്നെ തന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അവൻ എനിക്കൊരു വളയാട്ടോ തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു വളയായിരുന്നു കേട്ടോ. അതിനെന്താ ഞാൻ വീണ്ടും കെട്ടിപ്പിടിക്കുന്നത്. എനിക്ക് സന്തോഷമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കെട്ടിപ്പിടിക്കലാണ്. അപ്പം ഞാൻ വീണ്ടും ഞെട്ടിച്ചു. ഇത് കണ്ടോടെ എൻ്റെ കയ്യിൽ മൊത്തത്തിലാണ്ട് പോയി. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൈക്ക് മേടിക്കണത്. ഞാൻ പലപ്പോഴും പല മൈക്കുകളും മേടിച്ചിട്ടുണ്ടെങ്കിൽ വിലക്കുറവിൻ്റെയൊക്കെ നമുക്കൊരു ക്വാളിറ്റി ഇല്ലാത്തതാണ് ഞാൻ അത് വേണ്ട വെച്ച് ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൈക്ക് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഉണ്ടാകുന്ന ഒരു ആഗ്രഹം തന്നെയായിരിക്കും കുറച്ച് നല്ലൊരു മൈക്ക് മേടിക്കണം എന്നുള്ളത്. പക്ഷെ പലർക്കും പലപ്പോഴും പറ്റാറില്ല. എനിക്ക് ഇത്രയും നാളും പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊരു ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഈ കണ്ട എല്ലാ ഗിഫ്റ്റും എനിക്ക് തന്നുകൊണ്ട് നമ്മളെ കാത്തുമ്മ വെറുതെ വിട്ടില്ല. ഇത് അവൾക്ക് വേണമെന്നിട്ട് അവൾ മേടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് അവൾക്ക് കൊടുത്ത് എന്നെ വീണ്ടും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം വാലൻറ്റൈൻസ് ഡേയ്ക്ക് എന്താ കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്തോളൂ. ബൈ.